എല്ലാ പാർട്ടികളുടെ കാര്യത്തിലും തീരുമാനം ലീഗിന്റെ അല്ല UDFന്റെ കാര്യമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഓരോ പാർട്ടി വെവ്വേറെ UDFൽ ചിന്തിക്കാറില്ല, ഞങ്ങൾ ഒരുമിച്ചാണ് ചിന്തിക്കാറ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ 5 മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അതൊക്കെ 4 മണിയാകുമ്പോഴേക്കും എല്ലാ സംശയവും തീരും. കേരളത്തിലെ ഞങ്ങൾ ഏതെങ്കിലും പ്രത്യേക ജില്ലയെ അങ്ങനെ പ്രാദേശികമായി ചിന്തിക്കുന്നില്ല. കേരളത്തിന് പൊതുവെ മൊത്തത്തിൽ അനുയോജ്യരായ മന്ത്രിമാരൊക്കെ ഉണ്ടാവും. പോർട്ട്ഫോളിയോ കാര്യം മുഖ്യമന്ത്രിയുടെ പ്രിവിലേജ് അല്ലേ, അത് പിന്നീട് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ഞങ്ങൾ കൈകാര്യം ചെയ്യും. ലീഗിനകത്ത് അങ്ങനെ ചർച്ച ചെയ്യാൻ വന്നിട്ടില്ലല്ലോ. ലീഗിൽ പതിവില്ലാത്തൊരു കാര്യമാണ്, പക്ഷേ ഇത്തവണ ടേം ബോസ് സാധ്യതയുണ്ടോ? നിങ്ങളെ ഈ സംശയങ്ങളൊക്കെ ഒരു 2 മണിക്കൂർ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്താൽ ക്ലിയർ ആവും. അതുവരെ നിങ്ങൾ ഉദ്യോഗത്തോടു കൂടി നിൽക്കുക. ഇത് കാലി കടലാസാണ്, വേണമെങ്കിൽ കാണിച്ചത്. ഇത് ഞങ്ങൾ 22 MLA പേരാണ്. പട്ടിക ഉണ്ടായിട്ട് വേണ്ടേ കൈമാറാൻ? ഞങ്ങൾ ഒരു ഡിസ്കഷന് വേണ്ടി വന്നു, ഡിസ്കഷൻ കഴിഞ്ഞു പോകുന്നു. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. UDFന്റെ ഭരണത്തിൽ എന്ത് ചെയ്യണം, ഭാവിയിൽ ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനം എങ്ങനെ നടപ്പാക്കണം, ഇതൊക്കെ ചർച്ച ചെയ്യണ്ടേ? മന്ത്രിസഭ ആയി. അതൊക്കെ നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ എല്ലാ സംശയവും തീരും. ഇതുവരെ വേവോളം കാത്തു നിന്ന് 6ഓളം കാത്തൂടെ? ഉച്ചയ്ക്ക് ശേഷം ഗവർണർക്ക് കൈമാറും. കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് 4 മണിയോടുകൂടി തീർന്നു.